പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവീശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും എൻ്റെ മുഴു ഹൃദയത്തോടുകൂടി നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതിനും അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ചതിനും ഇക്കഴിഞ്ഞ രാത്രി എന്നെ കാത്തിരക്ഷിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ദിവസത്തെ എല്ലാ പ്രവൃത്തികളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അവയെല്ലാം അങ്ങേ തിരുവിഷ്ടം പോലെയും അങ്ങയുടെ കൂടുതൽ മഹത്വത്തിനു വേണ്ടി ചെയ്യുന്നതിന് കൃപ ചെയ്തരണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവ്യബലിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓണപ്പള്ളി കുടുംബത്തിന് വേണ്ടിയും ജന്മദിനം ആഘോഷിക്കുന്ന വിൻസെൻ്റ് ആൻ്റണിക്ക് വേണ്ടിയും ഇന്ന് ഓപ്പറേഷന് വിധേയനാകുന്ന ജൂഡ്സൺ കുഞ്ഞിക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവ്യബലി തക്കതായ ഒരുക്കത്തോടുകൂടി കൊണ്ടാടുന്നതിനായി നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തവിക്കാം.
സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ വസ്തുതയോടും എല്ലാ സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അപേക്ഷിക്കുന്നു, അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ സദയം കേൾക്കണമേ. ഞങ്ങളുടെ മാംസം ധരിച്ച അങ്ങേ ഏകജാതൻ്റെ വരവിൽ ആഹ്ലാദിക്കുന്നവർ അവിടുന്ന് തൻ്റെ പ്രതാപത്തിൽ വരുമ്പോൾ നിത്യജീവൻ്റെ സമ്മാനം നേടാൻ ഇടയാകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഒന്നാം വായന ഉത്തമ ഗീതത്തിൽ നിന്ന് 2-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. അതാ എൻ്റെ പ്രിയൻ്റെ സ്വരം, അതാ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു. എൻ്റെ പ്രിയൻ ചെറുമാനിനെ പോലെയോ കലമാൻ കുട്ടിയെ പോലെയോ ആണ്. കിളിവാതിലിലൂടെ നോക്കിക്കൊണ്ട്, അഴികളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അതാ അവൻ ഭിത്തിക്ക് പിന്നിൽ നിൽക്കുന്നു. എൻ്റെ പ്രിയൻ എന്നോട് മന്ത്രിക്കുന്നു, മണവാളൻ, എൻ്റെ ഓമനെ, എൻ്റെ സുന്ദരി, എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. ഇതാ ശിശിരം പോയി മറഞ്ഞു, മഴ മാറിക്കഴിഞ്ഞു, ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി, ഗാനാലാപത്തിൻ്റെ സമയമായി. അരിപ്രാവുകൾ കുറുകുന്നത് നമ്മുടെ നാട്ടിൽ കേട്ടു തുടങ്ങി, അത്തിമരം കായ്ച്ചു തുടങ്ങി, മുന്തിരിവള്ളികൾ പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തുന്നു. എൻ്റെ ഓമനെ, എൻ്റെ സുന്ദരി, എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. എൻ്റെ മാടപ്പിറാവേ, പാറയിടുക്കുകളിലും ചെങ്കുത്തായ മലയോരത്തിലെ പൊത്തുകളിലും ജീവിക്കുന്ന നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. ഞാൻ നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം മധുരമാണ്, നിന്റെ മുഖം മനോഹരമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, കർത്താവിൽ ആനന്ദിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. 10 കമ്പിയുള്ള വീണ മീട്ടി അവിടത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഉച്ചത്തിൽ ആർപ്പവിളികളോടെ വിദഗ്ധമായി തന്ത്രമീട്ടുവിൻ. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു.
കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു. എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. നമുക്ക് എഴുന്നേൽക്കാം. നിയമദാതാവുമായ എമ്മാനുവേൽ, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കാൻ വരിക. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവിൻ്റെ സുവിശേഷം. ഇന്നലത്തെ സുവിശേഷത്തിൽ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യാമറിയത്തിന് പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ് നാം വായിച്ചു കേട്ടത്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയം എലിസബത്തിനെ സന്ദർശിക്കുന്ന രംഗമാണ് നാം കേൾക്കുന്നത്. പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തിനോട് മറിയം കേട്ട ആ സുവിശേഷം, ഗബ്രിയേൽ മാലാഖ അരുളി ചെയ്ത ആ സുവിശേഷം വാക്കുകൾ കൊണ്ട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞുവെങ്കിൽ പ്രവൃത്തി കൊണ്ട് പരിശുദ്ധ കന്യാസ്ത്രീ മറിയം ആ സുവിശേഷം പ്രസംഗിക്കുകയാണ് എലിസബത്തിനെ സന്ദർശിക്കുന്നത് വഴി. ഗബ്രിയേൽ മാലാഖ മറിയത്തിൻ്റെ അടുത്തേക്ക് വരിക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൽ നിന്നും ആരംഭിച്ചതാണ്. പരിശുദ്ധ കന്യാസ്ത്രീ മറിയം എലിസബത്തിൻ്റെ അടുത്തേക്ക് പോവുക എന്നുള്ളത് മാനുഷികമാണ്, മറിയത്തിൽ നിന്നും ആരംഭിച്ചതാണ്. പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തിനോട് ആരും പറഞ്ഞില്ല എലിസബത്തിൻ്റെ അടുത്തേക്ക് പോകുവാനായിട്ട്. എലിസബത്ത് ഒരു നിർദ്ദേശം കൊടുക്കുകയോ ഇല്ലെങ്കിൽ ചോദിക്കുകയോ ചെയ്തില്ല. സ്വന്തം അഭിപ്രായത്തിൽ തന്നെ എലിസബത്തിൻ്റെ അടുത്തേക്ക് പരിശുദ്ധ കന്യാസ്ത്രീ മറിയം പോകുകയാണ്. മറ്റുള്ളവരുടെ ഒരു ആവശ്യം കാണുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുക എന്നതാണ് വലിയൊരു കാര്യം. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ആവശ്യമുള്ളപ്പോൾ നമ്മുടെ അടുത്ത് വരികയും നമ്മളോട് അത് ചോദിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നു, അത് നല്ല കാര്യമാണ്. പക്ഷേ മറ്റുള്ളവരുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ
അവരുടെ അടുത്തേക്ക് നമ്മുടെ ഭാഗത്തു നിന്നും ആരംഭിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് മഹത്തായ കാര്യമാണ്. അത് നല്ലതും മഹത്വവും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തിന് നമ്മളിപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, പല ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എല്ലായിടത്തും ആഘോഷങ്ങൾ കണ്ടു. കാരണം അവർ വിജയഭരിതരായി. പരിശുദ്ധ കന്യാസ്ത്രീ മറിയം എത്രമാത്രം ആഹ്ലാദിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു, എത്രമാത്രം വലിയ കാര്യമാണ് മറിയത്തിന് സംഭവിച്ചത്. പക്ഷേ മറിയം അതിന് വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ആ സുഹൃത്തുക്കൾ ചെയ്യുവാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് എലിസബത്തിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ തന്നെ പറ്റിയല്ല പരിശുദ്ധ കന്യാസ്ത്രീ മറിയം ചിന്തിക്കുന്നത്. എന്നെപ്പറ്റി മാത്രം ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ സ്വാർത്ഥനായിത്തീരുകയാണ്. മറ്റുള്ളവരെ പറ്റി കൂടി ഞാൻ ചിന്തിക്കുമ്പോൾ അവിടെ നാം നിസ്വാർത്ഥരായിത്തീരുകയാണ്. അവരിലും നമ്മുടെ ആവശ്യകത കണ്ടെത്തുകയും അവരിലേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. അതാണ് പരിശുദ്ധ കന്യാസ്ത്രീ മറിയം ഒരു മാതൃകയായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ സമൂഹത്തിലും സ്ഥാപനങ്ങളിലുമൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം പരിശുദ്ധ കന്യാസ്ത്രീ മറിയം സന്ദർശിക്കുന്നത്. അപ്പോൾ നാം ആ മറിയത്തെ എങ്ങനെയാണ് നാം എതിരേൽക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. അവിടെയാണ് ജപമാല എന്ന ആ പ്രാർത്ഥനയുടെ ആവശ്യകത. ആ ജപമാല നാം ചെല്ലുമ്പോൾ അതിനകത്ത് നാം ചെല്ലുന്നുണ്ട്, നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തിനോട് മാലാഖ പറഞ്ഞ ആ വചനങ്ങൾ നാം ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എലിസബത്ത് പറഞ്ഞ ആ വചനവും നാം ആ നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ രണ്ടാം ഭാഗത്ത് നാം ചെല്ലുകയാണ്. നീ സ്ത്രീകളെ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരത്തിൻ്റെ ഫലവും അനുഗ്രഹീതമാണ് എന്ന് നാം എല്ലാ ദിവസവും വൈകുന്നേരം ആ ജപമാല ചെല്ലുമ്പോൾ ആ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിലൂടെ നാം മറിയത്തെ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയും ആ മറിയം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്വാഗതം, ഒരു വെൽക്കം നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും നാം നൽകുകയുമാണ്. അപ്പോൾ അതിൽ മുടക്കം വരുമ്പോഴാണ് ആ മറിയം നമ്മുടെ ഭവനങ്ങൾ സന്ദർശിക്കാതെ പോകുന്നതും നമ്മുടെ ഭവനങ്ങളിൽ മറിയത്തിന് ഒരു ഇടമില്ലാതെ വരുന്നതും. അങ്ങനെയുള്ളൊരവസ്ഥ നമ്മുടെ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാകാതെ ഇരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ശ്രമിക്കാം. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേക്ക് സമർപ്പിക്കാനായി അങ്ങ് കാരുണ്യപൂർവ്വം നൽകുകയും അങ്ങേ ശക്തിയാൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യമായി അങ്ങ് മാറ്റുകയും ചെയ്യുന്ന അങ്ങേ സഭയുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ സംപ്രീതിയോടെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ.
ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കനികാമാതാവ് യുവാച്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നവരുമായി കാണുവാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രവർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാവുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്യുന്നു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തായോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്നും അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസ ട്രീസ ഡി സിൽവ, ജോണി ഗോമസ്, ഹൈഡൻ ഡിസൂസ, ജോസഫ് കീരിപ്ലാക്കൽ,
ജോസ് കീരിപ്ലാക്കൽ, ജോസഫ് കീരിപ്ലാക്കൽ, കന്നിപ്പറമ്പിൽ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടി, കോവാട്ടൽ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടി, ജോസഫ് കുളവേലി, എല്ലാ ആത്മാക്കൾക്കും എന്നിവരെയും ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോട് ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളെ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപോത്കൃതരായും നിർഭയം നാം കേട്ടുചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങക്ക് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൽവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയെ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയെ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ദിവ്യരഹസ്യത്തിലുള്ള പങ്കുചേരൽ അങ്ങേ ജനത്തിന് നിരന്തര സംരക്ഷണമാകട്ടെ. അങ്ങേ പ്രഭാവത്തിന് വിധേയമായി സമ്പൂർണ്ണ ഭക്തി വഴി ആത്മശരീരങ്ങളുടെ സമർത്ഥമായ രക്ഷ അവർ സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സ്നേഹനിധിയായ ദൈവമേ, സ്വപുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുവല്ലോ. പാപം മൂലം അങ്ങിൽ നിന്ന് അകന്നുപോയ മനുഷ്യകുലത്തെ ഉപേക്ഷിക്കാതെ കാരുണ്യപൂർവ്വം നയിച്ച് വാഗ്ദാന ഭൂമിയിൽ എത്തിച്ച പരമകാരുണികനായ ദൈവമേ, അങ്ങേ ദിവ്യപുത്രൻ്റെ ആഗമനത്തിനായി ഒരുങ്ങുന്ന പാപികളായ ഞങ്ങളെ സ്വർഗരാജ്യത്തിൽ ചേർക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ.
മെൽക്കിസേദെക്കിന്റെ മുറപ്രകാരം കളങ്കമില്ലാത്ത ചെമ്പരിയാട്ടിൻകുട്ടി ഇതാ വരുന്നു. അങ്ങ് തന്നെ സദാകാല ഗുരുവായി നിയമിക്കപ്പെട്ടവൻ. നീതിതൻ രാജാവാണ് അദ്ദേഹം. അവരുടെ സന്തതിക്ക് അറുതിയുമില്ല. ദൈവത്തിന് സ്തുതി. വൈരാഗ്യവും വിദ്വേഷവും മൂലം വിഭജിക്കപ്പെട്ട നമ്മുടെ ഈ ലോകത്തിലേക്ക് യേശു ആഗതനാകുവാൻ പ്രാർത്ഥിക്കാം. ലോകരക്ഷണ യേശുവെ, മാനവകുലത്തെ സ്നേഹത്തിലും രക്ഷാകര വിശ്വാസത്തിലും ഒന്നിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന പുതിയ ജെറുസലേമായി തീരുവാൻ, ദൈവജനമായി തീരുവാൻ, ദൈവേഷം നിറവേറ്റുന്നവരായി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ രക്ഷകനായ യേശുവിന്റെ സാന്നിധ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളങ്ങൾ ദർശിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയമായും ശാരീരികമായും വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തിയും പ്രത്യാശയും കണ്ടെത്തുവാൻ കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പരസ്പര സ്നേഹം വഴി മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നാം കണ്ടുമുട്ടുന്ന വ്യക്തികളുമായി തുറന്ന മനോഭാവം പുലർത്തുവാനും അവരുടെ സന്തോഷത്തിലും പ്രതീക്ഷകളിലും വേദനകളിലും ഭാഗഭാക്കുകളായി അവരോടൊന്നിച്ച് രക്ഷയുടെ വഴിയിലൂടെ ചരിക്കുവാനുള്ള അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, പാപഭാരത്താൽ തളർന്ന ഞങ്ങൾ വിശ്വാസത്തോടെ അങ്ങയുടെ പുത്രന്റെ വരവിനായി കാത്തിരിക്കുന്നു. അവിടുത്തെ ആഗമനം എല്ലാ അടിമത്തങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഇതാ
കർത്താവ് നിങ്ങളോടുകൂടെ. പ്രാർത്ഥിക്കാം. സർവേശ്വര കർത്താവെ, അങ്ങയുടെ സ്നേഹത്താൽ ഈ ജീവിതയാത്രയിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സഹോദരൻ രക്ഷകനുമായ അങ്ങ് തന്ന ദിവ്യപുത്രനെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ചൊരുക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.